ഹായ് മക്കൾസ്, നമ്മുടെ +2 ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗനൈസിങ് അഥവാ സംഘാടനം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് രണ്ട് ക്വസ്റ്റ്യൻസ്, എനിക്ക് അത്രയും ഉറപ്പാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഫൈനൽ എക്സാമിന് ചോദിക്കും. ആ 2 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നമുക്ക് പഠിക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടെക് ഇന്നോവേഷൻ ഇൻക് operates in software development, hardware manufacturing, and IT consulting. Propose an appropriate organizational structure. എന്ത് ചെയ്യണം? ഈ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യുന്ന 3 ഫങ്ഷൻസ് ചെയ്യുന്ന ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചർ നമ്മൾ സജസ്റ്റ് ചെയ്യണം. ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദി സ്ട്രക്ചർ ഇൻ എ ഡയഗ്രാം. ചിത്രം വരയ്ക്കണം. അഡീഷണലി മെൻഷൻ 2 അഡ്വാൻറ്റേജസ് ഓഫ് ദ റെക്കമെൻഡഡ് സ്ട്രക്ചർ. നമുക്കറിയാം, നമ്മൾ ഫങ്ഷൻസിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് 2 ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഉള്ളത്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറാണ് അല്ലേ? ഒന്ന് ഫങ്ഷണലും ഒന്ന് ഡിവിഷണലുമാണ്. ഫങ്ഷണൽ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, ദെൻ പ്രൊഡക്ഷൻ, ഫിനാൻസിങ് ഒക്കെ ആയിരിക്കണം. അതായത് ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെങ്കിൽ ഫങ്ഷൻസിൻ്റെ ബേസിലാണെങ്കിൽ മാത്രമാണ് ഫങ്ഷണൽ സ്ട്രക്ചർ വരിക. ഇനി അതല്ല, പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ ബേസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ഡിവിഷണൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റിയത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരു പ്രൊഡക്റ്റ് ആണ്, ഹാർഡ്വെയർ മാനുഫാക്ചറിങ് ഒരു പ്രൊഡക്റ്റ് ആണ്, IT കൺസൾട്ടിങ് മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 3 പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. അപ്പം നിങ്ങൾ വരക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിവിഷൻ ഓഫ് പ്രൊഡക്റ്റ് എ എന്നല്ല എഴുതേണ്ടത്. നിങ്ങളിവിടെ എന്താ എഴുതേണ്ടത്? നിങ്ങൾ എഴുതുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ IT, ഹാർഡ്വെയർ. അപ്പോൾ നമുക്കറിയാം, ഓരോ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അണ്ടറിലും ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് വേണം? അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണം, മാനുഫാക്ചറിങ് വേണം, മാർക്കറ്റിംഗ് വേണം, ഫിനാൻസ് വേണം. ഇനി നമ്മൾ IT കേസിൽ എടുക്കുകയാണെങ്കിലും അവിടെയും എന്ത് വേണം? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണം, മാനുഫാക്ചറിങ് വേണം, മാർക്കറ്റിംഗ് വേണം, ഫിനാൻസിങ് വേണം. അപ്പോൾ എല്ലായിടത്തും നമുക്കൊരു ഫങ്ഷണൽ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറും ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചേക്കുക. ഇതിൻ്റെ 2 അഡ്വാൻറ്റേജസ് കൂടി ചോദിച്ചല്ലോ. എന്തൊക്കെ അഡ്വാൻറ്റേജസ് നമുക്ക് എഴുതാം? യെസ്, പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷന് സഹായിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നോക്കുക, ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കും. അതുകൂടാതെ ഡിവിഷണൽ ഹെഡ്സ് പ്രോഫിറ്റിന് അക്കൗണ്ടബിൾ ആണ്. എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നുള്ളത്. സോ ഓരോ ഡിവിഷനും ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡ് ഇതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. ആൻഡ് പ്രൊമോട്ട്സ് ഫ്ലെക്സിബിലിറ്റി. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാതെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഒഴിവാക്കുന്നുണ്ടോ? IT-നെ അത് ബാധിക്കില്ല, ഹാർഡ്വെയറിനെ ഇത് ബാധിക്കില്ല. ഇനി അതല്ല, സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഒരു അഡീഷണൽ ഫംഗ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അതൊരിക്കലും IT-നെ ബാധിക്കില്ല, ഹാർഡ്വെയറിനെ ബാധിക്കില്ല. സോ ഈ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി വളരെയധികം ഉള്ളത് ഡിവിഷണൽ സ്ട്രക്ചറിലാണ്. ഓക്കെ, ഇതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുമല്ലേ ഇത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ, ഫോർമൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്തിനാണ്? പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവും അല്ലേ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നിച്ച് ഫുട്ബോൾ കളിക്കാൻ, ഒന്നിച്ച് ചായ കുടിക്കാൻ പോവാൻ, ഇതിനൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആരോട് റെസ്പോൺസിബിൾ ആണ്, ആരോട് അതോറിറ്റി കാണിക്കാം എന്നുള്ളതൊക്കെ. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ ഇമോഷൻസിനെയും സെന്റിമെന്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഈ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി ഒഫീഷ്യൽ ലൈൻസിൽ ത്രൂ എ
കമ്മ്യൂണിക്കേഷൻ എവിടെ നടക്കുള്ളൂ? ഫോമൽ ഓർഗനൈസേഷനിൽ നടക്കുള്ളൂ. സ്പെഷ്യലി നമുക്ക് പറയാം സ്കെയിലർ ചെയിൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എവിടെ ഉണ്ടാവുക? നമ്മുടെ ഫോമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമുക്ക് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ഇവിടെ റിജിഡ് സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ആൻഡ് ഇത് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതോ ഒരു ഫോമൽ ഓർഗനൈസേഷൻ്റെ അകത്താണ് നമുക്കൊരു ഇൻഫോമൽ ഓർഗനൈസേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഫോമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുമല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. വളരെ ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 5 മാർക്കിന് തന്നെ 2 ചോദ്യം ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കാണാം. ഇതിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷണൽ സ്ട്രക്ചർ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ 5ാമത്തെ ചാപ്റ്റർ ഒന്നും പഠിക്കാത്ത ആൾക്കാർ ആദ്യം ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതിലോട്ട് പോയാൽ മതി. അപ്പോൾ എക്സാം ആണ്, നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്.